സഹൃദയരെ, ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്ന ഇത് കൊടുവേലിക്കിഴങ്ങാണ്. കൊടുവേലി നിലയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാ അതിൻ്റെ ഇല, തണ്ട്, ഇതാ മൂട്. ഇത് കൊടുവേലിയാണ്. ഇത് വലിയ വലിയ രോഗങ്ങൾക്കാണ് ഇതിൻ്റെ കിഴങ്ങ് പോകുന്നത്. കൊടുവേലിയുടെ കിഴങ്ങ് പോകുന്നത് ഈ കൊടുവേലി കൊണ്ട് വാതരോഗം, മർമ്മരോഗം, അർസസ് രോഗം, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വൈദ്യന്മാർ മാറി മാറി എടുത്ത് ചേർത്ത് രോഗികളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഔഷധമാണ് ഈ കൊടുവേലി എന്ന് പറയുന്നത്. ഒരുപാട് രോഗങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് വെറുതെ എടുത്ത് ചെയ്യാനും പറ്റില്ല. വൈദ്യന്മാരുടെ നല്ല പരിശീലനമുള്ള വൈദ്യന്മാർ മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് അപകടവും ഉണ്ടാവും. അപകടം എന്ന് പറയുന്നത് പൊള്ളൽ തന്നെയാണ് മെയിനായി ഉണ്ടാവുന്നത്. ഇത് അത്യപൂർവമായ ഒരു പച്ചിലയാണ്. ഇതിൻ്റെ മൂട്ടിലുള്ളത് കിഴങ്ങാണ്. സഹൃദയരെ, ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുന്ന ഇത് കൊടുവേലിക്കിഴങ്ങാണ്. കൊടുവേലി നിലയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാ അതിൻ്റെ ഇല, തണ്ട്, ഇതാ മൂട്. ഇത് കൊടുവേലിയാണ്. ഇത് വലിയ വലിയ രോഗങ്ങൾക്കാണ് ഇതിൻ്റെ കിഴങ്ങ് പോകുന്നത്. കൊടുവേലിയുടെ കിഴങ്ങ് പോകുന്നത് ഈ കൊടുവേലി കൊണ്ട് വാതരോഗം, മർമ്മരോഗം, അർസസ് രോഗം, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വൈദ്യന്മാർ മാറി മാറി എടുത്ത് ചേർത്ത് രോഗികളെ രക്ഷപ്പെടുത്തുന്ന ഒരു ഔഷധമാണ് ഈ കൊടുവേലി എന്ന് പറയുന്നത്. ഒരുപാട് രോഗങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് വെറുതെ എടുത്ത് ചെയ്യാനും പറ്റില്ല. വൈദ്യന്മാരുടെ നല്ല പരിശീലനമുള്ള വൈദ്യന്മാർ മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് അപകടവും ഉണ്ടാവും. അപകടം എന്ന് പറയുന്നത് പൊള്ളൽ തന്നെയാണ് മെയിനായി ഉണ്ടാവുന്നത്. ഇത് അത്യപൂർവമായ ഒരു പച്ചിലയാണ്. ഇതിൻ്റെ മൂട്ടിലുള്ളത് കിഴങ്ങാണ്. നേരത്തെ കാണിച്ച ചെടിയാണ്. ഇത് ചെടിയുടെ കിഴങ്ങാണ്. ഈ കിഴങ്ങ് ഞാൻ വെട്ടിക്കൊണ്ട് ഇട്ട് 2 ദിവസമായി. പക്ഷേ ഈ കിഴങ്ങ് മാത്രമായിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് കൊടുവേലിക്കിഴങ്ങാണെന്ന്. അതുകൊണ്ടാണ് ചെടിയെയും അതിൻ്റെ കിഴങ്ങുമായിട്ടിടുന്നത്. ഇത് അപൂർവമായ വലിയ വലിയ രോഗങ്ങൾക്കുള്ള പദ്ധതികളാണ് ഈ ചെയ്യുന്നത്. ഇത് കൊടുവേലിക്കിഴങ്ങാണ്. ഇത് അപകടകാരിയാണ്. ഇത് ശുദ്ധി ചെയ്താണ് ഔഷധങ്ങളിൽ ചേർക്കാൻ. ആരും ഇതിനെ പെട്ടെന്നെടുത്ത് ഒന്നും ചെയ്ത് കളയല്. കയ്യിലിരുന്ന കയ്യും കൂടി പൊള്ളിപ്പോവും. അതുകൊണ്ട് ഇതിനെ ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ എന്തും ചെയ്യാവൂ. മരുന്ന് ചേർക്കാനായാലും വെറുതെ കഴിക്കാനായാലും എന്തിനായാലും ശുദ്ധി ചെയ്യണം. ശുദ്ധി ചെയ്യുമ്പോൾ ഇതിൻ്റെ പോയിസൺ ഇത് മാറിയിട്ട് ഇത് അമൃതമായി മാറും. അപ്പോഴിത് കഴിക്കാം. ഇത് കൊടുവേലിക്കിഴങ്ങാണ്. ഈ കിഴങ്ങുകളെല്ലാം വൈദ്യന്മാരാണ് കൂടുതലായി കൈകാര്യം ചെയ്യുന്നത്. വൈദ്യന്മാർക്ക് ഇത് സർവ്വസാധാരണമായി എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇത് അവരെ കൈക്ക് അമൃതമാവും. ഇത് പഠിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ഇത്രയും വലിയ കിഴങ്ങുകളാണ് ഔഷധങ്ങൾക്ക് ചേർക്കുന്നത്. ഇതുപോലെയുള്ള വലിയ കിഴങ്ങുകൾ കണ്ടാൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ഈ കിഴങ്ങുകളെല്ലാം വിലയിട്ട് വാങ്ങുന്നതാണ്.